പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അനർത്ഥം വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു പോകും. നമ്മുടെ അനർത്ഥത്തിൽ സന്തോഷിച്ചവർ ലജ്ജിച്ചു പോകും. താങ്കൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ നിരന്തരമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായി താങ്കളുടെ അനർത്ഥത്തിൽ സന്തോഷിച്ചവർ ലജ്ജിക്കുകയും അനർത്ഥത്തിൽ നിന്ന് തങ്ങളെ കർത്താവ് കരം പിടിച്ചുയർത്തുകയും ചെയ്യും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 35-ാം അധ്യായം 26-ാം ഭാഗം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. ദാവീദിൻ്റെ അതിപ്രധാനമായ സങ്കീർത്തനങ്ങളിലൊന്നാണ് 35-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉരുവിട്ട് പറയുകയാണ്: യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ. അപ്പോൾ ദാവീദ് തൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വേടുകൾ, എന്നോട് അനേകർ വാദിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, എന്നോട് പൊരുതുന്നവരുണ്ട്, എന്നാൽ അവരോട് തിരിച്ച് വാദിക്കുവാനും അവരോട് തിരിച്ച് പൊരുതുവാനും ഞാൻ ആളല്ല. എനിക്ക് വേണ്ടി തുണ നിൽക്കുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തിയുള്ള ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തോടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അതേ പ്രിയരെ, താങ്കൾക്ക് അപമാനം വരുത്തുവാൻ, താങ്കൾക്ക് അനർത്ഥം വരുത്തുവാൻ, താങ്കളുടെ അനർത്ഥത്തിൽ സന്തോഷിക്കുവാൻ ചുറ്റും നിൽക്കുന്നവർ പരിഹസിച്ച് അപമാനിച്ച് തല കുനിപ്പിച്ച് കളയുവാൻ പലതും ഒരുക്കിയേക്കാം, പലതും നോക്കിയേക്കാം. തിരുവചനം ഇന്ന് താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. താങ്കളുടെ അനർത്ഥത്തിൽ സന്തോഷിച്ചവർ, അവർ സന്തോഷിച്ചത് കണ്ട് ഹൃദയം വേദനിച്ചിട്ടുണ്ടോ? അവർ സന്തോഷിക്കുന്നതും കരം തട്ടുന്നതും കണ്ട് ഹൃദയം നൊമ്പരപ്പെട്ടിട്ടുണ്ടോ? നിശ്ചയമായി അങ്ങേ ആ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുവാൻ, കരകയറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതേ, ദാവീദും അത് തന്നെയാണ് ഇവിടെ ആത്മാവിൽ പറയുന്നത്: എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിച്ചവർ ഒരുപോലെ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. ഒരു ആക്സിഡൻറ്റ് വന്ന്, ഒരു രോഗം വന്നാൽ, ഒരു കടക്കെണി വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ പലരുടെയും വിലയിരുത്തൽ, എന്നാലും അവനത് വരണം. ഞാൻ അന്നേരെ പ്രതീക്ഷിച്ച് അവനത് വരുമെന്ന്. അവൻ അങ്ങനെ തന്നെ സംഭവിക്കണം. എന്നോട് അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അവൻ അങ്ങനെ എന്നോട് പറഞ്ഞതുകൊണ്ട് അവൻ അത് വന്നത് എന്ന് പലരും പല വിധത്തിൽ വിലയിരുത്താറുണ്ട്. പ്രിയരെ, അങ്ങ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? നിരുത്സാഹപ്പെട്ടു പോകരുതേ, ഭാരപ്പെട്ടു പോകരുതേ. നിശ്ചയമായി പരിശുദ്ധാത്മാവ് താങ്കളോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യഭാഗങ്ങൾ ഇന്ന് ഞാൻ താങ്കളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, താങ്കളുടെ അനർത്ഥത്തിൽ കർത്താവ് താങ്കളെ കൈവിട്ടതല്ല. താങ്കൾക്ക് അനർത്ഥം വരുത്തിയത് താങ്കൾ ഒരു പാപിയായിരുന്നത് കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ താങ്കളെ വിരൽ ചൂണ്ടി താൻ പാപിയാണെന്നും അവൻ എന്തോ കൊടിയ പാപം ചെയ്തിട്ട് വന്നതുകൊണ്ട് ദൈവം ശിക്ഷിച്ചതാണെന്നൊക്കെ വിലയിരുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ഭക്തിയോടിരിക്കുന്ന മനുഷ്യന് അവൻ ഇവിടെ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അതേ, ശൗലിൻ്റെ നേരെ ദാവീദ് തിരിഞ്ഞിട്ടല്ല, ശൗലിൻ്റെ നേരെ ദാവീദ് ഒരായുധവും എടുത്തിട്ടല്ല ശൗല് ദാവീദിന് എതിരായത്. രാജ്യത്ത് വെല്ലുവിളി ഉയർത്തിയ ഗോലിയാത്തിനെ തകർത്തപ്പോൾ കേട്ട കന്യകമാരുടെ ശബ്ദം, ദാവീദോ 10,000 കൊന്നു, ശൗലോ 1000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അസൂയ മുഖാന്തരം ഉളവായതാണ്. എങ്കിലും ശൗലിന് നേരെ തിരിയുവാൻ ദാവീദ് തിരിഞ്ഞില്ല, തുനിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയരെ, സ്തോത്രം, ഒരുപാട് പ്രതിസന്ധികൾക്കകത്തൂടായിരിക്കാം താങ്കൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ വിലയിരുത്തലുകളും ഒരുപാട് പേര് കുറ്റം പറഞ്ഞും ആരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, തല നിവർന്നു നിൽക്കാൻ കഴിയാതെ, അപമാനങ്ങളും പരിഹാസങ്ങളും നിന്ദകളും കേട്ട് തളർന്ന് തകർന്നു പോയൊരവസ്ഥയിലൂടെ ആയിരിക്കാം ഈ സന്ദേശം
സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ കടന്നു പോകുന്നത്, താങ്കൾ പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുന്നു, തങ്ങളുടെ അനർത്ഥത്തിൽ, ആ വിഷമഘട്ടത്തിൽ, ആ വേദനയിൽ കൈത്താങ്ങാതെ മാറി നിന്ന് കുറ്റം പറഞ്ഞ് നമ്മളോട് അടുത്തു വരുന്നവരെ പോലും അകറ്റി നിർത്തുന്ന തരത്തിൽ പലതും പറഞ്ഞു ഒരുക്കിയതിനെ കണ്ട് വേദനിക്കേണ്ട. നിശ്ചയമായി ദൈവം താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവിക പദ്ധതി ഒരുക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഇയ്യോബ് എന്ന ദൈവ മനുഷ്യനെ, ഇയ്യോബിന് അനർത്ഥം വന്നത് പാപം ചെയ്തിട്ടല്ല, ദൈവം പോലും സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. പക്ഷേ എങ്കിൽ പോലും തൻ്റെ സ്നേഹിതന്മാർ വന്ന് തന്നെ വേദനപ്പെടുത്തുന്ന വാക്കുകൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. ആ സ്നേഹിതന്മാർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ താൻ തുനിഞ്ഞപ്പോൾ തൻ്റെ അവസ്ഥയ്ക്കും ഭേദം വന്നു. പ്രിയരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ അപഹാസ്യപ്പെടുത്തുന്നവർ, നമ്മെ പരിഹസിക്കുന്നവർ, നമ്മെ നിന്ദിക്കുന്നവർ, വെറുതെ ദ്രോഹിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ നേരെ വമ്പ് പറഞ്ഞ് ഒരുക്കുന്നവർ, ആ വമ്പ് ഉണ്ടാക്കുന്നവർ ഒക്കെ അനേകർ കാണും. നമ്മൾക്ക് വന്ന അനർത്ഥവും രോഗവും കടക്കണയും പറഞ്ഞ് വിലയിരുത്തി നമ്മെ അടിച്ചു താഴ്ത്താൻ നോക്കുന്നവർ അനേകർ കാണും. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടെ നാം ഹൃദയശുദ്ധിയോടെ സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുക. അങ്ങയുടെ വിഷയത്തിനും താങ്കളുടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യുവാനും അതിനകത്ത് കരം തരുവാനും സർവശക്തനായ ദൈവം ഇറങ്ങി വരും. നമുക്ക് സുപരിചിതനായ ഒരു ദൈവമനുഷ്യനുണ്ട്. ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 6-ാം അധ്യായം 24-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന മുഖാന്തരം ആ മനുഷ്യനെ രാജ്യത്തുടനീളം തുടച്ച് നീക്കിക്കളയാനിട്ട ചില പദ്ധതികൾക്കകത്തുനിന്ന് ദൈവം ദാനിയേലിനെ വിടുവിക്കുകയും അവൻ അനർത്ഥം നിരൂപിച്ചവർ, അവനെതിരെ കൂട്ടം കൂടിയവർ, അവരെയും അവരുടെ കുടുംബങ്ങളെയും ഒരുപോലെ ദാനിയേൽ എവിടെ വീണോ അവിടെ തന്നെ ഇട്ടുകളഞ്ഞ ഒരു സ്തോത്രം ദൈവവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമുക്ക് വളരെ പരിചിതമാണ് ആ ഭാഗം, ആ ദൈവവചനം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, രാജ്യത്തെ നീതിയോടെ വിശ്വസ്തയോടെ പരിപാലിച്ച് രാജാവിൻ്റെ ഇഷ്ടനായി നിന്ന് രാജാവിനും ദൈവത്തിനും ഒരുപോലെ പ്രിയനായി നിന്ന ദാനിയേലിനെതിരെ ചിലർ കൂട്ടം കൂടുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചപ്പോഴും അവനെതിരെ തിരിഞ്ഞു നിന്നപ്പോൾ അനർത്ഥം ഒരുക്കിയവർ ചിന്തിച്ചു, ഇതോടെ ദാനിയേൽ അവസാനിച്ചു, ദാനിയേൽ എന്ന പേര് പോലും ഇതോടെ അവസാനിച്ചു എന്ന് ഒരുങ്ങി തക്കം പാർത്ത് അവനെതിരെ നിന്നവർ 24-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ദാനിയേലിനെ ദൈവം കരകയറ്റി. പ്രിയരെ, ദൈവത്തിൻ്റെ കരത്തിലാണ് താങ്കൾ ഇരിക്കുന്നതെങ്കിൽ അപമാനങ്ങൾ കേട്ടേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി അനുകൂലമായി ചലിച്ചു തുടങ്ങും. താങ്കൾക്ക് പ്രതികൂലമായവരെ പോലും അനുകൂലമാക്കുന്ന ദൈവിക പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തും. ഇന്ന് ഈ സന്ദേശത്തിൽ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക. രാജാവ് പറയുകയാണ്, ദാനിയേലിനെ എവിടെ ഇട്ടോ, ഏത് സിംഹത്തിൻ്റെ ഗുഹയിലിട്ടോ അതേ സിംഹത്തിൻ്റെ ഗുഹയിൽ ദാനിയേലിനെ എതിരെ നിന്നവർ, അനർത്ഥത്തിൽ കൈയടിച്ചവർ, അനർത്ഥത്തിൽ ഒരുപോലെ സന്തോഷിച്ചവർ, അനർത്ഥം ഒരുക്കിയവർ, അവർ അതുപോലെ അതിനകത്ത് വീഴുകയാണ്. അതേ പ്രിയരെ, ആരുടെയും തിന്മയ്ക്ക് വേണ്ടി നാം നിൽക്കണ്ട, ആർക്കുമെതിരെ പ്രാർത്ഥിക്കണ്ട, ആർക്കുമെതിരെ ചിന്തിക്കണ്ട. നാം ദൈവസന്നിധിയിൽ നീതിയോടും നിർമ്മലതയോടും വിശ്വസ്തയോടും നിന്നോ ദൈവം നമുക്ക് വേണ്ടി ചില അനുകൂലമായ അവസ്ഥകൾ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്.
കഴിഞ്ഞ രാത്രിയിൽ ദാനിയേൽ വീണ സിംഹക്കുഴിയിൽ ദാനിയേലിനെ തൊടാൻ സിംഹങ്ങൾ തുനിഞ്ഞില്ല. അതെ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് സിംഹക്കുഴിയുണ്ട്, തീച്ചൂളകളുണ്ട്, അഗ്നിപരിശോധനകളുണ്ട്. എന്നാൽ തീച്ചൂളകളുടെ നടുവിലും അഗ്നിപരിശോധനകളുടെ നടുവിലും സിംഹങ്ങളുടെ നടുവിലും അവനൊരു കേടും വരുത്താതെ ദൈവിക പ്രൊട്ടക്ഷൻ ചലിക്കുവാനിടയായിത്തീരും. എന്നാൽ തനിക്കെതിരെ നിന്നവരെ, ദാനിയേലേ താങ്കൾക്കെതിരെ നിന്നവരെ ദൈവം മിഷ്ടത്തിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അവിടെ വായിക്കുന്നത്, തലേരാത്രിയിൽ ദാനിയേലിന് ഒരു കേടും വരുത്താതിരുന്ന സിംഹങ്ങൾ അടുത്ത രാത്രിയിൽ കാണുന്ന, അടുത്ത ദിവസത്തിൽ കാണുന്നത് അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളയുന്ന നിലയിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, നമുക്കെതിരെ നിന്ന, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നിന്ന, നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിന്ന, നമ്മളെ എഴുന്നേൽപ്പിക്കാതെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നിന്ന, നമ്മളെ അപവാദവും വമ്പും പറഞ്ഞ് ഒതുക്കി നിർത്തിയ ചില മേഖലകളെ, സാഹചര്യങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, വേദനപ്പെടാതെ, നിരാശപ്പെടാതെ, തലകുനിക്കാതെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചോ. ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. താങ്കൾക്ക് പ്രതികൂലമായി എന്ന് പറയുന്നവർ തന്നെ താങ്കൾക്ക് അനുകൂലമായി മാറും. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും നമ്മുടെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ലജ്ജിച്ചു പോകത്തേയുള്ളൂ. നാം അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ ദൈവാശ്രയ ബോധ്യത്തോടും വിശ്വാസത്തോടും കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് ഈ മണിക്കൂറുകളിൽ, അടുത്ത സമയങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വളരെ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.